ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിതമായ ഉപയോഗം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ കർശനമായ നിയമ ഭേദഗതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയതും 30 മില്ലിലിറ്ററിലധികം അളവിലുള്ളതുമായ മരുന്നുകളെ 1945 ഡ്രഗ്സ് റൂൾസ് ഭേദഗതി ചെയ്ത് ഷെഡ്യൂൾ H1 പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലഹരി ആവശ്യങ്ങൾക്കായി ഇത്തരം മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് വ്യാപകമായതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ സുപ്രധാന നടപടി. ഇനി മുതൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടറുടെ സാധുവായ കുറിപ്പടിയില്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ ഫാർമസികളിൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല. വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഫാർമസികൾ പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും കുറിപ്പടികളും വിതരണ രേഖകളും കുറഞ്ഞത് 3 വർഷമെങ്കിലും സൂക്ഷിച്ചു വെക്കുകയും വേണം. കുട്ടികളിലും പ്രായമായവരിലും കരൾ രോഗമുള്ളവരിലും ഇത്തരം മരുന്നുകളുടെ അമിത ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ കൃത്യമായ മേൽനോട്ടത്തിൽ മാത്രമേ ഇവ വിതരണം ചെയ്യാനാകൂ എന്നതാണ് സർക്കാർ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.